ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെയിലിൽ എങ്ങനെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആ സിഗ്നേച്ചറിൽ നമുക്ക് എങ്ങനെ ലിങ്ക്ഡിൻ്റെ ലോഗോ കൊടുക്കുന്നതാണ്. ലിങ്ക്ഡിൻ്റെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒട്ടുമിക്ക എല്ലാത്തിനും ലോഗോ കൊടുക്കാം. ആദ്യം നമ്മളെന്ത് പോവുക, സെറ്റിങ്സ് മുകളിലായിട്ട് മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലായിട്ട് കാണുന്നില്ലേ, അതിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക, ആൾ സെറ്റിങ്സ് എടുക്കുക. ദെൻ നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി അധികം താഴോട്ട് ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എത്തിയിട്ടില്ല. സോ നമ്മൾ നോ സിഗ്നേച്ചറാണിപ്പോൾ, ഞാൻ സിഗ്നേച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്നേച്ചർ നെയിം ഉണ്ടാവും. അത് ഞാൻ ലിങ്ക്ഡൻ എന്ന് കൊടുത്തു, വാട്ടെവർ, അത് വരില്ല കേട്ടോ ഒരിക്കലും. സോ ലിങ്ക്ഡൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, കറക്ഷൻ നമുക്ക് നേരാക്കണമെങ്കിലൊക്കെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. സോ ഇതിവിടെ നമുക്ക് ഇനി ലോഗോ വെക്കുക. ലോഗോ നമ്മൾ ഓൾറെഡി ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ട് അപ്ലോഡ് കൊടുക്കുമ്പോൾ സെലക്ട് എ ഫയൽ എന്ന് വരും. സോ ഞാൻ ഡിവൈസിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ നിന്ന് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡൗൺലോഡ് കൊടുത്തു, ലിങ്ക്ഡിനിൽ നിന്ന് ഡൗൺലോഡ് കൊടുത്തു. സോ ഞാൻ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് സെലക്ട് ആകുമ്പോൾ മുകളിലായിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. കോപ്പി ഇമേജ്, കോപ്പി, അതേപോലെ താഴെയായിട്ട് സ്മാൾ, മീഡിയം, ലാർജ് എന്നല്ല, അതിൽ സ്മാൾ സെലക്ട് ചെയ്യുക. നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്, ആ സൈസ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി സ്മാൾ സെലക്ട് ചെയ്യുക. സ്മാൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇനി ഇതിൽ ലിങ്ക്ഡൻ എന്ത് ചെയ്യണം, ലിങ്ക്ഡൻ്റെ ലിങ്ക് ഇതിൽ കൊടുന്ന് ഇതാക്കിയേക്കണം. അതിന് നമ്മൾ ലിങ്ക്ഡിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ലിങ്ക്ഡിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എഡിറ്റ് യുവർ കസ്റ്റം URL ഉണ്ടാവുമല്ലോ, ആ ഒരു ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. സോ ഇനി ഞാനെന്ത് ചെയ്തു, അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത ശേഷം ഞാനെന്ത് ചെയ്തു, നേരെ നമ്മളെ സെറ്റിങ്സിലോട്ടാണ് തിരിച്ചു പോയി. സെറ്റിങ്സിലോട്ട് പോയിട്ട് അതിലോട്ട് ആ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്ക്ഡിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഒരു ലിങ്ക് കണ്ടോ, ആ ലിങ്ക് ആണ് സെലക്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് പേസ്റ്റ്, ഈ ഒരു ഓപ്ഷൻ മാത്രം ഇട്ടാൽ മതി. ഇത്ര പണിയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. നമ്മൾ ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് സൈറ്റിൽ ജസ്റ്റ് ഒന്ന് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ഡിഫോൾട്ട് എന്നൊരു, ഇനി നമുക്ക് എത്ര വേണമെങ്കിലും സിഗ്നേച്ചർ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അത് വേറെയാണ്, എത്ര വേണം സിഗ്നേച്ചർ അത് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങോട്ട് സെലക്ട് ചെയ്യണം ഏത് ഇമെയിലിൽ, ന്യൂ ഇമെയിലിന് വേണോ, റിപ്ലേസിൻ്റെ വേണോ സിഗ്നേച്ചർ വേണ്ടത്. അപ്പോൾ ഞാൻ ലിങ്ക്ഡിൻ്റെ സിഗ്നേച്ചർ വേണമെന്ന്, റിപ്ലേസിൽ വേണമെന്ന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, താഴോട്ട് ഡ്രാഗ് ചെയ്ത് പോവുക. ഇത് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വരില്ല. സോ നമുക്ക് താഴോട്ട് പോവുക, സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തില്ലെങ്കിലും വരില്ല കേട്ടോ, സേവ് ചേഞ്ചസ് കൊടുക്കണം, എന്നാലേ വരത്തുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഞാനിതേപോലെ ഒന്ന് ക്രിയേറ്റ് കണ്ടോ, നമ്മൾ ആ ഒരു താഴെയായിട്ട് വന്നത് കണ്ടോ, ലിങ്ക്ഡിൻ്റെ ലോഗോ മാത്രമല്ല വരിക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിലോട്ട് കയറുകയാണ് ചെയ്യുക. സോ നമുക്കിപ്പോൾ റിക്രൂട്ടേഴ്സിനൊക്കെ അയക്കുമ്പോൾ നമ്മൾ HRസിനൊക്കെ അയക്കുകയാണെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഡയറക്റ്റ് അവർക്ക് അവൈലബിൾ ആയി കിട്ടും. സോ ഇത് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഒരു ഒരു ഇമ്പ്രഷൻ കൂടുക തന്നെ ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് മെസ്സേജ് പോലെ അയക്കുകയാണ് കേട്ടോ. ടെസ്റ്റ് സംതിങ് ലൈക്ക് ദാറ്റ് ഞാൻ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് കൊടുത്തപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലിങ്ക്ഡിനിലോട്ടാണ്. നമ്മൾ ലിങ്ക്ഡിനിൽ പ്രൊഫൈലില്ലേ, ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോട്ടാണ്. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതിപ്പോൾ ലിങ്ക്ഡിന് മാത്രമല്ല കേട്ടോ നമുക്ക് പറ്റിയ, നമുക്ക് യൂട്യൂബിൻ്റെ ഇതുണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബിൻ്റെതും കൊടുക്കുക. വാട്ടെവർ എന്താണ് ലിങ്ക് ചെയ്യണത് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.